ഞങ്ങളുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ നിരവധി വർഷമായി വന്യമൃഗശല്യത്താൽ നട്ടം തിരിയാണ് വയനാട്ടിലെ ജനങ്ങള്. ഓരോ ജീവൻ നഷ്ടപ്പെടുന്ന സമയത്തും അധികാരി വർഗങ്ങളും ഇവിടുത്തെ ജനപ്രതിനിധികളും വന്നിട്ട് കോംപ്രമൈസ് എന്ന രീതിയിൽ ഒരു നക്കാപ്പിച്ച പൈസ തന്നിട്ട് ജനങ്ങളുടെ പ്രതിഷേധം അടിച്ചമർത്തുകയാണ്. ഞങ്ങൾക്ക് വേണ്ടത് ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന നക്കാപ്പറ്റയല്ല. ഇനി ഒരു ജീവനും ഈ മണ്ണിൽ പൊലിഞ്ഞു പോകാൻ പാടില്ല. പ്രതീക്ഷ മരണപ്പെട്ടപ്പോൾ ഇവിടുത്തെ ഭരണക്കാർ പറഞ്ഞതാണ് ഇനി ഒരു പ്രതീക്ഷ ഇവിടെ ആവർത്തിക്കില്ല എന്ന്. അതിനുശേഷം നിരവധി മരണമുണ്ടായി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ. അജീഷ് കഴിഞ്ഞ ദിവസം കൊലപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഭൂമിയിൽ കയറി വന്നിട്ട് ആണ് ആന ആക്രമിച്ചു കൊന്നത്. അങ്ങനെയുള്ള കൊലപാതകം നടക്കുമ്പോൾ ശാശ്വതമായ പരിഹാരം ഇനി ഇവിടെ ആളും കൊല ചെയ്യപ്പെടാതിരിക്കുവാൻ കാടും നാടും വേർതിരിച്ചുകൊണ്ട് മതിലുകൾ സ്ഥാപിക്കണം. അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ വേണം. അല്ലാതെ 5 വർഷം കഴിഞ്ഞിട്ടോ 10 വർഷം കഴിഞ്ഞിട്ടോ അല്ല വേണ്ടത്, ഉടനടി വേണം. ഇതുവരെ ജീവൻ പൊലിയാൻ പാടില്ല. പിന്നെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ കളി വേണ്ട. വയനാട്ടിലെ രാഷ്ട്രീയക്കാർ ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇന്ന് ഹർത്താൽ ആഹ്വാനം ചെയ്തത്. ഇന്ന് വയനാട്ടിൽ ഹർത്താൽ അല്ലായിരുന്നെങ്കിൽ വയനാട് നിന്ന് കത്തുമെന്ന് ഇവർക്കറിയാം. വയനാട് നിന്ന് കത്താതിരിക്കാൻ ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇന്നത്തെ ഹർത്താല്. ഇന്ന് ഹർത്താൽ അല്ലായിരുന്നെങ്കിൽ വയനാടിൽ ഒരു സ്ഥാപനവും ഒരു സർക്കാർ സ്ഥാപനവും ഒരു ജനപ്രതിനിധിയും ഇന്ന് തെരുവിൽ ഇറങ്ങില്ലായിരുന്നു. ഇവർ തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ക്രിക്കറ്റ് കളിയിലെ സ്കോർ ബോർഡ് പോലെ വന്യജീവി ആക്രമണം ഉണ്ടാവുന്ന സമയത്ത്, ആളുകൾ മരിക്കുന്ന സമയത്ത് ജില്ലാ കളക്ടറോ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അവിടേക്ക് എത്താറുണ്ടോ? ഇല്ല, ഇവർക്ക് ഭയമാണ്. ഇവരിവിടുത്തെ നമ്മളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനപ്രതിനിധികളെ മുമ്പിൽ നിർത്തി അവരെ ശിഖണ്ഡിയുടെ വേഷം കെട്ടിച്ച് അതിന്റെ പുറകിൽ നിന്ന് കളിക്കുകയാണ് ഇവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥന്മാര്. ഈ ജനപ്രതിനിധികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ശിഖണ്ഡിയുടെ വേഷം അഴിച്ചു വെച്ച് നിങ്ങൾ വോട്ട് തന്ന ഈ നാട്ടിലെ പൗരന്മാരോട് നിങ്ങൾ അല്പമെങ്കിലും അവരോട് കടപ്പാടുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കണം. ഞങ്ങൾക്കൊരു പ്രതീക്ഷ മരിച്ചു കഴിഞ്ഞ്, ഒരു അജീഷ് മരിച്ചു കഴിഞ്ഞ്, ഒരു പോൾ മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന നക്കാപ്പിച്ച 10 ലക്ഷമോ 50 ലക്ഷമോ അല്ല. ഞങ്ങൾക്ക് എത്ര കോടി കിട്ടിയാലും മതിയാവില്ല. ഇനി ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാള് ഈ വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ വയനാട് ജില്ല കത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഈ ചെറിയ സമയം കൊണ്ട് 3 പശുക്കളെയാണ് കടുവയുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത്. ഈ കർഷകന്റെ ജീവനോപാധിയാണ് നഷ്ടപ്പെടുന്നത്. അധികാരികൾക്കൊരു കടുവ ആക്രമിക്കപ്പെടുമ്പോൾ അവർക്ക് കോടികൾ കൊയ്യാൻ കിട്ടുന്ന അവസരമാണ്. മയക്കുവെടി വെക്കുമെന്ന് പറഞ്ഞിട്ട് 10 ദിവസമായി ഈ പുൽപ്പള്ളി മേഖലയിൽ കടിവിറങ്ങിയിട്ട് മയക്കുവെടി വെക്കാൻ പോലും പോയിട്ട് ആ കടിവെടി ഒരു രോമം പറിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ആനയുടെ പുറകെ പാത്രമായി നടക്കും ആന പിണ്ടപടിക്കാൻ ഉദ്യോഗസ്ഥന്മാരും ഇവന്മാരെയൊക്കെ ആ കസേരയിൽ നാട്ടിയിറക്കി വിട്ടിട്ട് ഇവിടെ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ആ കസേരയൊക്കെ എത്തിയിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഇതിന് പരിഹാരം ഉണ്ടായേന്. അതുകൊണ്ട് ചർച്ച വേണ്ട, പരിഹാരം ഉടനടി എഴുതി തരണം കളക്ടർ വന്നിട്ട്. എന്നാൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. അല്ലാതെ ഒരു പരിഹാരവുമില്ല. അവസാനത്തെ രക്തസാക്ഷിയായിരിക്കണം വയനാട് ജില്ലയുടെ അവസാനത്തെ രക്തസാക്ഷിയാണ്. സമരം കൈകിട്ട് പോകാനോ സാധ്യത? പ്രജിൻ, ഇത് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. കളക്ടർ ഇവിടെ വന്ന് അവരുടെ പരാതികൾ കേൾക്കണം. പരിഹാരം മാറി ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കാനോ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ കടുവയുടെ ആക്രമണത്തിലും ആനയുടെ ആക്രമണത്തിലും ഒരുപാട് ജീവനുകൾ ഇവിടെ പൊലിഞ്ഞിട്ട് വനം മന്ത്രി ഇദ്ദേഹത്തിന് ഇവിടേക്കൊന്ന് വരാനോ ഇവിടുത്തെ ജനങ്ങളുമായിട്ടോ സംസാരിക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങളെ കൊഞ്ഞന കുത്തുന്നതിന് തുല്യമാണ്. അദ്ദേഹത്തിന് പറ്റുമില്ലെങ്കിൽ അവിടെ ഒരു വാഴ നട്ടിട്ട് ഇറങ്ങി പുറത്തു പോകാനാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ ആരും മറ്റേ ഫോറസ്റ്റിലേക്ക് കയറുന്നില്ല. അതേപോലെ തന്നെ ഫോറസ്റ്റിലെ മൃഗങ്ങളാരും ഞങ്ങളെ ഉപദ്രവിക്കാൻ വരരുത്. അതിനുള്ള നടപടി ഉണ്ടാക്കണം. സർക്കാർ ശക്തമായി നടപടി ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. വോട്ട് ചെയ്തിട്ട് ആരും മന്ത്രി MLA ഒന്നും ആയിട്ടില്ല. ജനങ്ങളാണ് വോട്ട് ചെയ്തത്. ജനങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചാൽ കാലം മാറും. അധികാരത്തിന്റെ കുഷൻ സീറ്റുകൾ സമരം ചെയ്ത് തീർപ്പിച്ചിട്ടുണ്ട്. ഇതിന് വലിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഏത് സീറ്റിൽ അധികാരം തെറിപ്പിക്കാൻ കഴിയും? ആശുപത്രി കേസൊക്കെ വിടും. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി എടുത്ത ഹർത്താൽ ഞങ്ങളെതിരല്ല. പക്ഷെ ഞങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്.
പ്രജിൻ, ഇത് തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന കാര്യം, ചൂണ്ടിക്കാട്ടുന്ന ആവശ്യങ്ങൾ. അവർക്ക് യാതൊരു വിധത്തിലുള്ള സുരക്ഷ. അരുൺ, ഈ പ്രശ്ന പരിഹാരം അത് എളുപ്പം വേണം, എത്രയും പെട്ടെന്ന് വേണമെന്ന് നാട്ടുകാർ പറയുന്നു. വർഷങ്ങളായി ഈ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. ഈ പ്രശ്ന പരിഹാരം എങ്ങനെ സാധ്യമാക്കാം എന്നതിൽ എന്തെങ്കിലും നിർദ്ദേശം നാട്ടുകാർക്ക് മുന്നോട്ട് വെക്കാനുണ്ടോ? ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് അവർ നിരവധി തവണ അത്തരത്തിലുള്ള, അതായത് പ്രശ്നപരിഹാരത്തിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി അധികാരികളെ സമീപിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ പോലും അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനമായ കാര്യം. എങ്ങനെയാണ് ഈ പ്രശ്നപരിഹാരം? പ്രശ്നപരിഹാരത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി കളക്ടർക്ക് വേണമെങ്കിൽ നേരത്തെ വരാമായിരുന്നു. ഇവരാരാണ് കൂടുതൽ ഗോളടിക്കുന്നത്? എവിടെയെങ്കിലും പ്രശ്നമുണ്ടാക്കി ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടി അധികാരഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തുതീർപ്പാണ് ഈ ചർച്ചയും കാര്യങ്ങളും. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ വെക്കുന്ന ശാശ്വതമായ പരിഹാരമുണ്ട്. ഈ കൊലയാളിയായ ആനകളെയും കടുവകളെയും വെടിവെക്കാൻ ഉത്തരവിടുക, അല്ലെങ്കിൽ ഇതിനെ കൃഷിയിടത്തിൽ നിന്ന് മാറ്റുക. ഈ വക സാധനങ്ങൾ ഒന്നെങ്കിൽ നമുക്ക് ഇവിടേക്ക് മാറ്റാം, അല്ല കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റാം. അതിവര് ചെയ്യുന്നില്ല. ഇവര് തീക്കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോഴും കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നു, ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ പ്രശ്നം ഗുരുതരമാവുന്നു. പുൽപ്പള്ളി ടൗൺ ജനലോകം കൊണ്ട് ആളി കത്തുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ? അതായത് ആ കുടുംബത്തിന് 60 ലക്ഷം രൂപ കൊടുക്കണം. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് സ്ഥിരം ജോലി, ആ കുട്ടിയുടെ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടും ഗവൺമെന്റ് ഏറ്റെടുക്കാം. അതുപോലെ തന്നെ ആ അപകടകാരിയായ ആനയെ മയക്കുമരുന്ന് വെച്ച് അവിടുന്ന് മാറ്റുക. ഈ തീരുമാനങ്ങളാണ് അവിടെ എടുത്തിരിക്കുന്നത്. വന്യമൃഗങ്ങളിൽ നിന്നുള്ള രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് നാന്ദി കുറിക്കുന്നത്. ശരി, ആ രീതിയിൽ പുൽപ്പള്ളിയിൽ വലിയ പ്രതിഷേധമുണ്ടാവുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ടൗണിന്റെ പല ഭാഗങ്ങളിലായി കൂട്ടമായി നിന്നുകൊണ്ട് ആൾക്കാർ പ്രതിഷേധിക്കുന്നു. വനം വകുപ്പിന് നേരെയും വനം മന്ത്രിക്ക് നേരെയുമാണ് ഏറ്റവും വലിയ ജനരോഷം ഉയർന്നത്. ഇനി വനം മന്ത്രിക്ക് മാപ്പില്ല എന്ന മുദ്രാവാക്യം ഉയർന്നു കേൾക്കാം പുൽപ്പള്ളി ടൗണിൽ. ഏറ്റവും ഒടുവിൽ കോഴിക്കോട് വനമന്ത്രി AK ശശീന്ദ്രന് നേരെ കരിങ്കോടി പ്രതിഷേധമുണ്ടായി എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. AK ശശീന്ദ്രന്റെ വാഹനത്തിന് നേരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. സൈബർ പാർക്കിൽ നിക്ഷേപ സംഗമത്തിലെത്തിയപ്പോഴായിരുന്നു കരിങ്കൊടി പ്രതിഷേധം എന്ന് കൂടി മനസ്സിലാക്കുക. അങ്ങനെ വയനാട്ടിൽ മാത്രമല്ല മറ്റിടങ്ങളിലേക്കും ഈ പ്രതിഷേധം വ്യാപിക്കുന്നുണ്ട് എന്നതിന്റെ സൂചന കൂടിയായി നമുക്കിതിനെ കാണാം.